താങ്കൾ ഇത് വായിച്ച അതായത് അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, പ്രൊഫഷണലിസത്തിൽ വിശ്വസിക്കുന്ന ഒരാള് വന്നു കഴിഞ്ഞാൽ കേരള BJP നന്നാവും, അല്ലാതെ ഗ്രൂപ്പിസം ഇല്ലാതാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും എല്ലാം കൂടെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു വരവാണ് അദ്ദേഹത്തിന്റെ വന്നിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ കൂട്ട് തന്നെ അദ്ദേഹം ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ട് നടത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ ആ കഴിവിനുള്ളിലും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവര് പല കുഴപ്പങ്ങളും അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, വളരെ വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് വട്ടിയൂർക്കാവില് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമായിരുന്നു. കാരണം വട്ടിയൂർക്കാവിൽ ഒരു ഷുവർ സീറ്റ് കിട്ടും. ഇത് തന്നെയല്ല, നമ്മുടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രൻ നിസ്സാര വോട്ടിനാണ് അവിടെ തോറ്റത്. അത് കുമ്മനം രാജശേഖരൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ കുമ്മനം രാജശേഖരൻ നിന്ന് തോറ്റതിന്റെ കാരണവും അറിയാമല്ലോ. 5000 ഞാനുണ്ടായിരുന്നു. 5000 താഴെ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അത് ചില പോക്കറ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ 5000 വോട്ടും